ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിയോറ. കാട്ടാള് സിനിമ കണ്ടേരം മൊത്തത്തിൽ എനിക്കുണ്ടായ ഫീലിംഗ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു 2 സെക്കൻഡ് കൊണ്ട് കാണിച്ചു തരാം. ഇനി അത് ഒറ്റ വാക്കിൽ പറഞ്ഞുതരാം. നിർവികാരത. അതായത് കുറേ ആൾക്കാർ വരുന്നു, അവർ സ്ലോ മോഷനിൽ നടക്കുന്നു, അവരെന്തൊക്കെയോ പറയുന്നു, സിഗരറ്റ് വലിക്കുന്നു, BGM ഇടുന്നു, നന്നായിട്ട് ആ സീനെ ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ വി ആർ നോട്ട് ഫീലിംഗ് എനിത്തിങ് ഓർ വി ആർ ഫീലിംഗ് നത്തിങ്. ഒന്നും തോന്നാത്തൊരവസ്ഥ അതാണ് ഇന്ന് തിയേറ്ററിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി സിനിമയിലോട്ട് വരാം. ഇതിന്റെ ബേസിക്കലി ഉള്ള പ്ലോട്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിനി. അതായത് ഈ ആനക്കൊമ്പ് പരിപാടി സാധനങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല, അധികം മലയാള സിനിമയിൽ വന്നിട്ടില്ല. സോ അതിന്റെ സ്മഗ്ലിങ് നല്ല രീതിയിൽ ഒരു കഥ ബിൽഡ് ചെയ്ത് അടിപൊളി പരിപാടിയാക്കാനുള്ള ഒരു സ്കോപ്പ്, ഒരു സാധ്യത അതിലുണ്ട്. പക്ഷെ അതിനെ കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് പറയാം. പോൾ ജോർജ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ഇതിന്റെ റൈറ്റർ കം ഡയറക്ടർ. റൈറ്റിംഗ് വളരെ ശോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശോകം. അതോടൊപ്പം ശോകമായിട്ട് നിന്നത് ഡയലോഗ് ഡെലിവറി. ആന്റണി വർഗീസ് പെപ്പയുടെ ഒക്കെ ഡയലോഗ് ഡെലിവറി വെരി പുവർ. പെപ്പയുടെ മാത്രമല്ല, ബാക്കി വരുന്ന ക്യാരക്ടേഴ്സിന്റെ ആയാലും ഡയലോഗ് ഡെലിവറി മൊത്തത്തിൽ പടത്തിൽ ഭയങ്കര ശോകം. പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ്, അതിന്റെ ഒപ്പം തന്നെ അലൈൻ ചെയ്ത് പോകുന്നുണ്ട് രവി ബസ്രൂറിന്റെ മ്യൂസിക് പടത്തിലുടനീളം അടിപൊളിയാണ്. ഗംഭീര പരിപാടി മ്യൂസിക്കിൽ ചെയ്തിട്ടുണ്ട്. ഷമീർ മുഹമ്മദിന്റെ കട്ട്സ്, എസ്പെഷ്യലി ഫൈറ്റ് സീനിൽ ഈ കട്ട്സും മ്യൂസിക്കും കൂടിയുള്ള ബ്ലെൻഡ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ എന്താ കാര്യം, ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് നല്ലതല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി പെർഫോമൻസിന്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ ആന്റണി വർഗീസ് പെപ്പെ, ജഗദീഷ്, കബീർ ഗുഹൻ സിംഗ്, തെലുങ്ക് സുനിൽ, ഇവരൊക്കെയാണ് ഇതിൽ മേജർ ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അഭിനയത്തിന്റെ കാര്യത്തിലായാലും എനിക്ക് അങ്ങനെ വലിയൊരു അടിപൊളി പരിപാടിയൊന്നും തോന്നിയിട്ടില്ല. കാര്യങ്ങൾ ജഗദീഷ് 1-2 സീനിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ മൊത്തത്തിൽ ആരും അങ്ങനെ ഒരു ഗംഭീര പെർഫോമൻസ് നല്ല രീതിയിലേക്കോട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിലൊരു ക്യാമിയോ ക്യാരക്ടറൊക്കെ വരുന്നുണ്ട്. ഞാനായിട്ട് നിങ്ങളുടെ ആസ്വാദനം ഇനി നഷ്ടപ്പെടുത്തുന്നില്ല. അതൊന്നും വലിയ ഇമ്പാക്ട് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇവർ ഈ പറഞ്ഞ പോസ്റ്റ് ക്രെഡിറ്റ് സീനൊന്നും അത്ര വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. ഒരു പടത്തിന്റെ അനൗൺസ്മെന്റ് എന്നല്ലാണ്ട് അത് സ്പോയിലർ അല്ലാന്ന് എനിക്ക് ഉറപ്പില്ലോണ്ടാണ് ഞാനത് ഇവിടെ പറയുന്നത്. പിന്നെ ഞാൻ ഈ പടത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് മൊത്തത്തിൽ പരിപാടി വർക്കൗട്ട് ആയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ നിർവികാരത തന്നെയാണ് തോന്നിയത്. ഇനി എന്റെ പെർസ്പെക്റ്റീവ് അല്ല നിങ്ങളത്. നിങ്ങൾ എന്തായാലും പടം പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല ഈ പടത്തിനെ പറ്റി. ഓക്കെ, താങ്ക് യു.